തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 1 വയസ്സുള്ള കുഞ്ഞു കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ കുഞ്ഞിനെ കൊന്ന് കുറ്റം സമ്മതിച്ച് പിതാവ്. കുഞ്ഞിനെ മടിയിലിരുത്തിയ ശേഷം കൈമുട്ടുകൊണ്ട് അടിവയറ്റിലിടിച്ചെന്നും ശേഷം കുഞ്ഞു കുഴഞ്ഞു വീണെന്നും പിതാവിന്റെ മൊഴി. ഭാര്യയോടുള്ള സംശയമാണ് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കാരണമെന്ന് ഷിജിൻ പോലീസിന് മൊഴി നൽകി. ശേഷം പോലീസ് ഷിജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കോൺഗ്രസും മുസ്ലിം ലീഗും കേരളത്തെ വർഗീയ പരീക്ഷണശാലയാക്കിയെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷം. കോൺഗ്രസിന്റെയും UDFന്റെയും മതേതര കാഴ്ചപ്പാടിന് മോദിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് VD സതീശൻ. കേരളത്തിന്റെയും മുസ്ലിം ലീഗിന്റെ ചരിത്രം പ്രധാനമന്ത്രി പഠിക്കണമെന്നായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. കേരളത്തിലുള്ള കേന്ദ്ര വീതം വെട്ടിക്കുറച്ചതിൽ പ്രധാനമന്ത്രിയുടെ ചോദ്യങ്ങളുമായി സമൂഹ മാധ്യമങ്ങളിൽ കേരള ആസ്ക് മോദി ക്യാമ്പയിനും ഉണ്ടായി. വികസനത്തെ സംബന്ധിച്ച് ഒരക്ഷരം പോലും പ്രധാനമന്ത്രി മിണ്ടാൻ തയ്യാറായില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ബസ്സിൽ ലൈംഗികാതിക്രമം നേരിട്ടെന്നാരോപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത്തെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങില്ല. ജനരോക്ഷം ഭയന്നാണ് തീരുമാനം. ഷിംജിതയുടെ ഫോണിൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. കേസിലെ നിർണായക തെളിവാണ് ഈ ഫോൺ. അതിക്രമം നടന്നെന്ന ഷിംജിതയുടെ പരാതിയിലും പോലീസ് പ്രാഥമികമായി അന്വേഷണം തുടങ്ങി. തൽക്കാലം കേസെടുക്കേണ്ടെന്ന തീരുമാനത്തിലാണ് പോലീസ്. പാലക്കാട് മണർക്കാട് കാഞ്ഞിരമ്പുഴ മങ്കാട്ടുമലയിൽ വൻ തീപിടുത്തം. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് തീപിടിച്ചത്. തീ അണയ്ക്കാൻ ഇപ്പോഴും ശ്രമം തുടരുന്നു.